അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ 99ാമത്തെ എൻ്റെ ഭഗവാനെ അല്ലെങ്കിൽ എൻ്റെ നാഗത്തെ അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന നമ്മളെ കൃഷ്ണ സർപ്പത്തെ പിടിക്കാനുള്ള അവസരം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ 99ാമത്തെ രാജവെൺപാല അതിഥിയെ പരിചയപ്പെടുന്ന ഈ ഷീറ്റിനകത്തുനിന്ന് നമ്മൾ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകും. എൻ്റെ ജീവിതത്തിൽ ഒരു അഭിലാഷമായിരുന്നു 99, 100 ഒക്കെ രാജവെൺപാല പിടിക്കുമ്പോൾ എൻ്റെ കൗമുദി ടീം എന്നോടൊപ്പം ഉണ്ടാവണമെന്ന്. പക്ഷെ എന്തായാലും സംഭവിച്ചു. ഇത് അധികം പ്രായക്കാരനൊന്നും അല്ലാത്തവരും 7 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന പെൺ രാജവെൺപാല, കിങ് കോബ്ര, ഫീമെയിൽ കിങ് കോബ്ര. എന്തായാലും ഇതിന് എന്തോ ഒരു ശോഷിപ്പ്, ശരീരത്തിന് എന്തോ ഒരു ചെറിയ അവസ്ഥ കാണുന്നുണ്ട്. എന്തായാലും നമ്മളിതിനെ അധികം വെച്ച് കളിക്കുന്നില്ല. കാരണം രാത്രിയാണ്, ഒരുപാട് ആള് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ മൊബൈൽ എടുക്കാൻ വേണ്ടി വളരെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ രാജവെൺപാലയുടെ കടി നമുക്കറിയാം. ഞാൻ എപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നൊരു കാര്യമാണ്, രാജവെൺപാലയുടെ കടി ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഇല്ല. കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് മരണപ്പെടുക മാത്രമേ നിവർത്തിയുള്ളൂ. അങ്ങനെ എന്തായാലും എൻ്റെ ജീവിതത്തിൽ 99ാമത്തെ രാജവെൺപാല അതിഥിയെ പിടികൂടി. നമ്മൾ ഇനി ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിനെ ഒന്ന് പുറത്ത് കാണിക്കേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ പ്രായം കുറവെന്ന് പറഞ്ഞുവെങ്കിലും, പ്രായക്കുറവെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ശോഷിപ്പുണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് ഏകദേശം 13 അടിയിലേറെ നീളം ഇദ്ദേഹത്തിന് വരുന്നു. 13 അടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നീളം കുറഞ്ഞ ചെറുതൊന്നുമല്ല. എന്തായാലും നമ്മൾ ഈ 6 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ അമ്മ കൃഷ്ണ സർപ്പത്തെ എന്തായാലും നമ്മൾ ചാക്കിലാക്കുന്നു. കാരണം ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്കിനി ഇതിനെ വെച്ച് കളിക്കുന്നത് അപകടമാണ്. കാരണം അത് കടി വാങ്ങാനോ പാമ്പിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ, നമുക്കറിയാം പാമ്പിന് ഒരു കുഴപ്പമില്ലെന്ന് നമ്മുടെ ഓഫീസർമാർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് ഒരു കുഴപ്പവും കൂടാതെ നമ്മളതിനെ ചാക്കിലാക്കി. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ അതിഥിയുമായി ഇതിനെ കാട്ടിലേക്ക് തുറന്നുവിടാനായി സാറ് പിടിച്ചോ, ഞാൻ കരുതാം.
സന്തോഷം. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഉഷാറൊന്നും എനിക്ക് അങ്ങോട്ട് പോകുമ്പോയില്ല. കാരണം അവനെ പിടിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ രാജവമ്പലയുടെ കോൾ വന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഉഷാർ പിടിച്ച് കഴിയുമ്പോൾ അങ്ങ് കുറയും. അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള തൊടുന്നത് വരെ ആ കറണ്ട് ഉണ്ടാവുള്ളൂ. തൊട്ട് കഴിയുമ്പോൾ കറണ്ട് അങ്ങ് പോകും. എന്തായാലും സന്തോഷം. നമ്മുടെ സാറന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ സ്ഥലത്തെത്തുകയും എൻ്റെ ജീവിതത്തിൽ 99ാമത്തെ രാജവൻപലെ പിടിക്കാൻ കഴിഞ്ഞു. അതിലുപരി നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ 200 ചില്ലുമാനം എപ്പിസോഡ് പിന്നിടുന്ന നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ എൻ്റെ ജീവിതത്തിൽ 99ാമത് തൊടുന്ന രാജവൻപലെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ അതിഥിയെ പുലരുന്നതിന് മുന്നേ ഗവി മേഖലയിലേക്ക് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട്, അക്ഷമരായി ഇത്രയും നേരം കാത്തിരുന്ന നല്ലവരായ നാട്ടുകാരോടും എനിക്ക് വേണ്ടി കാത്തിരുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സാറന്മാരോടും നന്ദി പറയുന്നു. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ടീമും നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാരുമായിട്ട് ഒരുമിച്ച് പോകുന്നു നമ്മുടെ ഈ അതിഥിയെ തുറന്നു വിടാനായി. ഈ രാത്രിയിൽ തന്നെ കാട്ടിലേക്ക് കിടക്കാൻ പോകാൻ നമുക്ക് ആ സ്ഥലത്തേക്ക്. നമ്മുടെ പ്രേക്ഷകർ കിങ് കോബ്രയെ കണ്ടിട്ട് കുറേ ആഴ്ചകളായി, കുറേ മാസങ്ങളായി. അപ്പം നമ്മൾ ഈ ഭാഗത്ത് ഈ എപ്പിസോഡിൽ നമ്മുടെ ഒരു കുഞ്ഞൻ അതിഥിയെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നോക്കുക, നമ്മുടെ കൃഷ്ണസർപ്പം നമ്മളിപ്പോൾ പിടികൂടി. ഏകദേശം 2 മണിക്കൂറിനടുത്ത് മാത്രമേ ആവുള്ളൂ. ഞാനും നമ്മുടെ ഈ ഓഫീസർമാർ, നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമുമായിട്ട് പിടികൂടിയ അതിഥിയാണ് ഇദ്ദേഹം. നോക്കൂ, നമ്മുടെ സജി സാർ കൈയിട്ട് ടാറ്റ കാണിച്ചപ്പോൾ സജി സാറിനെ ശ്രദ്ധിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ എയിം ചെയ്യുന്നത് നമ്മുടെ ഗോപി സാറിനെയാണ്. എന്താണ് കാര്യമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് നോക്കുന്നത് നമ്മുടെ അജയൻ സാറിനെയാണ്. എന്താണ് കാര്യം? അത് കഴിഞ്ഞ് ഇതാ പോകുന്നത് നമ്മുടെ ജോൺ വി സാറിൻ്റെ അടുത്തേക്കാണ്. നോക്കൂ, 13 അടിയോളം നീളം വരുന്ന, 13 അടിയിലേറെ നീളം വരുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. 13 അടിയിലേറെ നീളം വരുന്നുണ്ട് ഇദ്ദേഹത്തിന്. അത് മാത്രമല്ല, ഇദ്ദേഹം ഫീമെയിലാണ്. നല്ല ആരോഗ്യം അല്പക്കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആരോഗ്യം കുറയാനായിട്ടുള്ള ഒരേ ഒരു കാരണം ഭക്ഷണം നന്നായിട്ട് കിട്ടുന്നില്ല. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുക്കുന്നത്. കാരണം നമ്മൾ പാമ്പിനെ പിടിച്ച് ചുമ്മാ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അതിനെ റിസ്ക് എടുത്ത് അദ്ദേഹത്തെ കളിപ്പിച്ച് അദ്ദേഹത്തിനെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വായി തുറന്ന് നല്ല വായി, അതായത് അദ്ദേഹത്തിന്റെ ചലിപ്പിച്ചിരിക്കുകയാണ്. കടിക്കാൻ അവസരം കിട്ടില്ല അപ്പോൾ കടിക്കുക എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വായി തുറന്ന് വെക്കുകയാണ്. നല്ല അദ്ദേഹത്തിന്റെ ഗ്ലാൻഡിനെ അനക്കം വെപ്പിക്കുന്നു. അപ്പോൾ ഗ്ലാൻഡിലെ വെനം ഇപ്പോൾ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വായി തുറക്കാനും ബൈറ്റ് ചെയ്യാനും കഴിയും. ഇപ്പോൾ ഈ നിമിഷം ഒരു സെക്കൻഡുകൾക്കിടയിൽ അദ്ദേഹത്തിന് ഇവിടെ എൻ്റെ ഈ തുടയിലേക്ക് കാലിലേക്ക് കടിക്കാൻ കഴിയും. എന്താ നോക്കൂ, നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ രാത്രി ആയതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. രാത്രിയാണ്, ഞാൻ എങ്ങോട്ട് കാല് വെക്കുന്നുവോ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നമുക്ക് അദ്ദേഹത്തിന് ശരീരത്തിന് നല്ല ശോഷിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം 2-3 മാസം കഴിഞ്ഞിരിക്കാം. അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടി കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഇരയായ ചേരയോ
അല്ലെങ്കിൽ മറ്റു പാമ്പുകളോ അല്ലെങ്കിൽ പെരുമ്പാമ്പോ അങ്ങനെയൊന്നും കിട്ടാൻ ഉള്ള അവസരം കുറവായിരുന്നു. ഭക്ഷണത്തിന്റെ ടേണ് കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നടുവിന്റെ ഭാഗത്ത് സ്കിന്ന് കുറച്ച് അടന്നു പോയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹം ഇരുന്ന സമയത്ത് വല്ല മരം മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേരിന്റെ ഇടയിൽ അകപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ, ഈ കൃഷ്ണ സർപ്പത്തെ നമ്മൾ അധികം വിഷമിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രേക്ഷകർ പറയുന്നൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ അനുകരിക്കരുത്. കാരണം അറിയാം, രാജവെമ്പാലയുടെ കടിയേറ്റാൽ, കിങ് കോബ്രയുടെ കടിയേറ്റാൽ നമുക്ക് മെഡിസിൻ ഉണ്ടാകത്തില്ല, മെഡിസിൻ ഇല്ല. കിങ് കോബ്രയുടെ കടിയേറ്റാൽ നമുക്ക് മരണമാണ് മുന്നിൽ. കാരണം കിങ് കോബ്ര ബൈറ്റ് ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് തായ്ലാൻഡിൽ മാത്രമേ മെഡിസിൻ ഉള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതില്ല. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ഒരുപാട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ കിങ് കോബ്രകളെ കൊല്ലുന്നതായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഷൂട്ടി തോക്ക് ഉപയോഗിച്ച് കൊല്ലുന്നതായിട്ട്. അതിന് പ്രത്യേക നടപടി നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാർ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ കൂടിയാണിത്. അവിടെ ഒരുപാട് രാജവെമ്പാലയെ കൊല്ലുന്നതായിട്ട്, വെടിവെച്ച് കൊല്ലുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ സ്നേക്കിനെ അവയർനെസ് ആയാലും സ്നേക്സിനെ സംരക്ഷിക്കുന്നതിലായാലും ഏറ്റവും മുന്നിലും ആദ്യത്തെ പടിയായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഡിവിഷൻ്റെ കീഴിൽ നമ്മുടെ RRT തന്നെയാണ്. RRT എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം തന്നെയാണ്. എന്തായാലും ഇവരെ കണ്ട് പ്രചോദനമുണ്ടായ അല്ലെങ്കിൽ ഇവർ ചെയ്ത മേഖലകൾ വീഡിയോയിൽ കണ്ടിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർമാർക്ക് ഇപ്പോൾ താല്പര്യം തോന്നി 14 ജില്ലകളിലും റാപ്പിഡ് റെസ്പോൺസ് ടീം തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടല്ലോ. 1-2 സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ടീം, റാന്നിയെ പോലെ ഒരു ടീം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ രാത്രി ആയതുകൊണ്ട് നമ്മൾ ആനയുടെ സാന്നിധ്യം വളരെ അടുത്ത് കാണാൻ കഴിയുന്നത് കൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തെ നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അവരെ സാക്ഷ്യപ്പെടുത്തി നമ്മൾ ഈ അതിഥിയെ പഞ്ചാരമണ്ണിലേക്ക് പോകുന്ന വഴിയിൽ ഈ അതിഥിയെ തുറന്നുവിടാൻ പോകുന്നു. കാരണം നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു 5 അടി അപ്പുറത്ത് ആനയുടെ പിണ്ടം, അതുപോലെ ഇവിടുന്ന് താഴെ മൂഴിയാറിലേക്ക് കുടിവെള്ളം പോകുന്ന പൈപ്പ് ലൈൻ ആന വലിച്ച് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ മിനിറ്റുകൾക്ക് മുന്നേ ആന ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി റിസ്ക് എടുക്കുന്നത് നന്നല്ല. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മുടെ ദൗത്യം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. സന്ധ്യയ്ക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഓഫീസർമാർക്കും എനിക്കുമൊക്കെ നല്ല കണ്ണ് അടഞ്ഞു തുടങ്ങി. കാരണം ഇപ്പോൾ 1 മണിയോ മറ്റോ ആയും തോന്നുന്നു, 1-1:30 ആയും തോന്നുന്നു. ഇപ്പോൾ പാതയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ ഡ്യൂട്ടി ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ പിടികൂടിയ നമ്മുടെ കൃഷ്ണ സർപ്പത്തെ നമ്മൾ സ്വതന്ത്രയാക്കുന്നു. നമ്മുടെ ഈ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പിടിക്കുന്നത് പരിചയപ്പെടുത്തി. നമ്മൾ അല്ലാതെ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടിച്ച് കളിപ്പിച്ച് പരിചയപ്പെടുത്തി. ഇനി ഇദ്ദേഹത്തെ സ്വതന്ത്രയാക്കി നമ്മുടെ RRT ടീമിന്റെയും എന്റെയും ഒക്കെ 99ാമത്തെ കൃഷ്ണ സർപ്പത്തെ നമ്മൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞു വിടുന്നു.